കൗതി, ശ്രേയയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കാതെ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കളി കളിക്കുന്ന അവള് പ്രതീക്ഷിച്ചില്ലല്ലോ. ശ്രേയയുടെ കോൾ വന്നതിന് ശേഷം നീ ഇങ്ങനെ മാറി ചിന്തിക്കാൻ കാരണം എന്താ? അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരിക്കലും എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളായിരിക്കില്ല. ശ്രേയയുടെ ബുദ്ധിയാണിത്. നിനക്കെങ്ങനെ മനസ്സിലായി? ഇവിടെ വന്ന ഉടനെ അത് എന്നെ വിളിച്ചു പറയണമെങ്കില് അതിലെന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതല്ലേ ഞാൻ മാറ്റി കളിച്ചത്. ഞാൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും, അതായിരുന്നു അവളുടെ മനസ്സിൽ. അത് നടക്കാത്തന്നെ നിരാശാമുഖത്തുണ്ട്. വേഗാവട്ടെ, സമയം പോകുന്നു. അല്ല, നമ്മളെത്തിന് ഇതൊക്കെ ഒരുക്കുന്നേ? ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അത് നമുക്കല്ലേ അറിയൂ. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന അരവിന്ദേട്ടന് അറിയില്ലല്ലോ. പാവം. നമുക്ക് നമ്മുടെ ജോലിയൊക്കെ തീർത്തേ പെട്ടെന്ന് പോവാം. ഓക്കേ. അല്ല കാക്കുത്തി, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ ആവൂലി? ആവും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊരു മോശമല്ലേ? അതുകൊണ്ട് നമുക്ക് നമുക്ക് അതെ, പെട്ടെന്ന് ഒരുക്ക്. പുറത്തൊരാള് കയറ് പൊട്ടിച്ച് നിക്ക. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് ഓടിക്കാറി വരും. ഓ, ആണല്ലേ? അതെ. അപ്പോ വേണ്ട. വേണ്ട. മാമ, സമയായല്ലോ. എന്തായോ ആവോ? ഒന്നടങ്ങട വരുവനെ, ധൃതി വെക്കാതെ. പയ്യെ തിന്നാ പനയും തിന്നാ. അതിനിവിടെ ആരാ പന തിന്നാൻ പോകുന്നേ? ഓ, ഇന്നെ സെക്കൻഡ് നൈറ്റാ. അതിന്റെ ടെൻഷൻ എനിക്കറിയുള്ളൂ. ടെൻഷൻ കൊള്ളാലോ ഞാൻ ചെയ്ത ഡിസൈൻ. പക്ഷേ നീ ഇവിടെയൊന്നും എത്തേണ്ടവനല്ല. ഡാവിഞ്ചിയുടെയും പിക്കാസോയുടെ ഒക്കെ ഒപ്പത്തിനൊപ്പം. എങ്ങനെയുണ്ട് എന്റെ ഡിസൈൻ? പൊളിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ ഹോട്ടലിൽ കണ്ടിട്ടുള്ളതല്ലേ? നോ, കണ്ടിട്ട് കാര്യമില്ലല്ലോ, വല്ലതൊക്കെ നടക്കണ്ടേ. എന്താ പറഞ്ഞേ? ഡെക്കറേഷനൊക്കെ സൂപ്പർ ആയില്ലെന്ന് ചോദിച്ചതാ. സൂപ്പർ. എന്നാ പിന്നെ അവനെ പോയി വിളിച്ചോണ്ട് വരാം. ശരി, വാ. കൊച്ചിക്കൻ വാ വാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതിയാ. മുറി ഒരുക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് അരവിന്ദേട്ടാ. എന്നേക്ക് 10ാം മാസം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിക്കാല് ഓടി നടക്കണം. ഞങ്ങളെ പറ്റിക്കരുത്. അരവിന്ദേട്ടനൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കും ഒരു ജൂനിയർ ആകാശോ ചാരു ഉണ്ടാവാൻ. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടങ്ങൾ കൈമാറണം. മനസ്സിലായോ? മനസ്സിലായി. ചിറ്റേ, മാഡത്തിന് നല്ലപോലെ ഒരുക്കി മുറിയിലേക്ക് വിടണം. പിന്നെ കുറച്ചുകൂടി മുല്ലപ്പൂ ചൂടിക്കാം. പൂവെങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ചെവിയിലും വെച്ചെടുത്തു. അപ്പോ മാഡം ശ്രേയ, ഞങ്ങള് പോട്ടെ. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ശരി. ബ്രോ, all the best. Madam, all the best. Enjoy your nights. Okay. പോട്ടെ മാമ. ശാന്ത മാമ,
ഇവന് വട്ടായ ചാരുവിനെ വരുത്തി ഇവിടെ വലിയ വഴക്കുണ്ടാക്കി അത് കണ്ട് രസിക്കാമെന്ന് നീ കരുതി. പക്ഷേ ചാരുവാണ് നമുക്കെതിരെ സ്കോർ ചെയ്ത് ഇപ്പൊ കാഴ്ചക്കാരാക്കിയത്. ചേച്ചി പോവാണോ? അതെ മോളെ, ഇവിടെ ഇനി എന്ത് നടക്കുന്നു നീ കണ്ടോ? അയ്യോ ദേ മേഡം ദേഷ്യത്തിലാണല്ലോ പോയത്. ഞാനത് ഇന്ന് സംസാരിച്ച് കൂളാക്കാം. വേഗം ചെല്ല് ചെല്ല് പിറകെ ചെല്ല് ചെല്ല് പോ. മോള് ചെന്നേ ചിറ്റയോടൊന്ന് വരാൻ പറ. ശരി ചേച്ചി. അമ്മേ, ചാരു ചേച്ചി വിളിക്കുന്നുണ്ട്. എന്താ? അവള് ആഭരണങ്ങളൊക്കെ തന്നൂന്ന് കേട്ടു. കല്ലുമോളെ നോക്കണ്ട, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞതാ. അയാളുടെ കൂടെ ചേർന്ന് ചിറ്റയും നാശത്തിലേക്ക് ചെന്ന് വീഴരുത്. ശ്രേയ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ അവളുടെ ക്രിമിനൽ ബുദ്ധി ഉണ്ടാവും. ഇപ്പൊ അവളുടെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്കറിയില്ല. മര്യാദയ്ക്ക് ആഭരണങ്ങൾ അവൾക്ക് തന്നെ തിരികെ കൊടുത്തോ. നിങ്ങളുടെയൊക്കെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അക്കു ചേട്ടാ പോ.